വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി. സ്പെഷ്യൽ ഓപ്പറേഷനാണ് ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്നത്. കടുവാ ഭീതി ശക്തമായതോടെ പഞ്ചാരക്കൊല്ലി മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ആശങ്ക താൽക്കാലികമായിട്ട് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി ഒഴിഞ്ഞു എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എങ്കിലും ഈ കടുവ ചത്തത് വളരെ ആശ്വാസകരമാണ്. നാട്ടുകാരെ സംബന്ധിച്ച് ഏറെ നാളത്തെ ഒരു ഭീതിയാണ് ഒഴിഞ്ഞിരിക്കുന്നത്. ആതിര ഹരിത സൂചിപ്പിച്ചതുപോലെ തന്നെ ദിവസങ്ങൾ നീണ്ട ആശങ്കയ്ക്കാണ് അറുതിയായത്. പഞ്ചാരക്കൊല്ലിയിലെ നിവാസികൾ ആശ്വാസത്തിലാണ്. പടക്കം പൊട്ടിച്ചും മധുരങ്ങൾ വിതരണം ചെയ്തും അടക്കമുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് അവർ പങ്കുവെക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് അറിയേണ്ടത് എങ്ങനെയാണ് ആ കടുവ ചത്തത് എന്നുള്ള മരണകാരണമാണ്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇനി ആരംഭിക്കാനുണ്ടല്ലേ? തീർച്ചയായും ആതിര, പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഈ മുറിവുകൾ എങ്ങനെയാണ് പറ്റിയത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം ഉണ്ടാകൂ. അതേസമയം തന്നെ കടുവയുടെ ശരീരത്തിൽ ഉണ്ടായ ചില മുറിവുകൾ മുന്നേ പറ്റിയതാണെന്നുള്ളൊരു നിഗമനങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പ്രാഥമികമായിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതേസമയം തന്നെ ഈ നാട്ടുകാർ പറയുന്ന ചില മേഖലകളുണ്ട്. ഈ കടുവയുടെ സ്ഥിര സാന്നിധ്യം ഉണ്ടാകുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലകളിൽ കൂടി ഇനി തിരച്ചിൽ വ്യാപിപ്പിക്കും. ഇന്ന് ഈ ഒരു കടുവ ചത്തു എന്ന ഒരു പേരിൽ ഇന്ന് അവിടുത്തെ പരിശോധനകളൊന്നും അവസാനിപ്പിക്കില്ല. തുടർന്ന് പരിശോധനയും ഈ സംഘത്തിന്റെ ദൗത്യമൊക്കെ അതേപടി തന്നെ തുടരും. മറ്റു മേഖലകളിലുള്ള സാന്നിധ്യമൊക്കെ പരിശോധിച്ചായിരിക്കും ഇനി മറ്റുള്ള പരിശോധനകൾ ഉണ്ടാവുക. എങ്കിലും കടുവയുടെ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിലേ വ്യക്തമാവുകയുള്ളൂ എന്നും മന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നാട്ടുകാർ പറഞ്ഞ ഈ വന്യജീവി ആക്രമണങ്ങൾ സ്ഥിരമായിട്ടുണ്ടാകുന്ന മേഖലകളിൽ കൂടി ഇന്ന് ദൗത്യസംഘം പരിശോധനകൾ നടത്തും. കൂടുതൽ വിശദമായിട്ട് ഒരു പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇന്ന് ഈ ദൗത്യസംഘം അടക്കമുള്ളവർ തിരിച്ചു പോവുകയുള്ളൂ. അതേസമയം തന്നെ ഈ പരിശോധനക്കായി എത്തിയ സംഘത്തിലുള്ളവരെ എടുത്തു പറയേണ്ടതാണ്. അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ളവരാണ് ഇന്ന് ഈ വയനാട് കടുവ ദൗത്യത്തിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ സംഘമൊക്കെ കാടിനുള്ളിലേക്ക് പോകാൻ ഒരുങ്ങിയതും ദൗത്യത്തിന് നേതൃത്വം നൽകിയതും ഒക്കെ. അതേസമയം ഇവരാണ് ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. ഈ അവശനിലയിൽ ഇന്നലെ 12 മണിയോടെയൊക്കെ തന്നെ ഈ കടുവയെ നിരീക്ഷിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇന്ന് രാവിലെയോടെ കടുവ ചത്ത നിലയിൽ കാണുന്നുണ്ടായത്. എങ്കിലും ഈ ദൗത്യ സംഘത്തിനെയും മന്ത്രി അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും വിഷയത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുണ്ട്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഈ ആഴത്തിലുള്ള മുറിവിന്റെ കാര്യത്തിലൊക്കെ ഒരു പരിശോധിച്ച ശേഷം മാത്രമേ ഒരു വിശദീകരണം ലഭിക്കുകയുള്ളൂ. എങ്കിലേ മാത്രമേ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഈ മുറിവിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ വന്യജീവി ഈ രണ്ട് മൃഗങ്ങൾ തമ്മിലുള്ള ആക്രമണത്തിന്റെ ഇടയിലാണോ പരിക്കേറ്റത് അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മുറിവാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. ആതിര, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ജനങ്ങളുടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ. ഇപ്പോഴും അവിടെ കർഫ്യൂ തുടരുന്നുണ്ടോ? ജനങ്ങൾക്ക് ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശങ്ങൾ. കാരണം കടുവ മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടിയാണ് മരണം സംഭവിച്ചടക്കമുള്ള പ്രാഥമിക നിഗമനങ്ങളൊക്കെ വനംവകുപ്പ് പറയുന്നുണ്ട്. 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകടുവയാണ് ചത്തടക്കമുള്ള കാര്യങ്ങളാണ് വനംവകുപ്പ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വനംവകുപ്പ് കൂട്ടിച്ചേർക്കുന്നത്? ആതിര, തീർച്ചയായും ഈ കർഫ്യൂ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടില്ല. കാരണം ഇപ്പോൾ ഈ ഒരു കടുവ ചാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇനിയിപ്പോൾ മറ്റൊരു കടുവയുടെ ആക്രമണത്തിന്റെ ഇടയിലാണെങ്കിൽ ആ കടുവയെ കൂടി ഉണ്ടോ എന്നുള്ളൊരു സ്ഥിരീകരണം ആ പ്രദേശത്ത് വരുത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആൾക്കാരുടെ ഈ ജാഗ്രതയിലുള്ള ഒരു നിരോധനാജ്ഞ അടക്കം പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം ഇനി എങ്ങാനും അത്തരത്തിലൊരു കടുവ കൂടി ആ പ്രദേശത്ത് ഉണ്ടെങ്കിൽ അതിനുകൂടി ഒരു അറുതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് അല്പസമയത്തിനുള്ളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. എങ്കിലും ഈ താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ഈ പ്രതിഷേധങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു വാർത്ത കേട്ട ഉടൻ തന്നെ പ്രദേശവാസികളൊക്കെ മധുരമൊക്കെ പകരുന്ന ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പം അങ്ങനെയുള്ള മധുരം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടുകാർ. ഈ വനപാലകർക്കൊക്കെ മധുരം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ സംബന്ധിച്ച് ഒരു താൽക്കാലിക ആശ്വാസം, അല്ലെങ്കിൽ ഇത്രയും ഈ 4 ദിവസം അവരെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു. ചെറിയ കുട്ടികളടക്കമുള്ള മേഖലയാണ്, വൃദ്ധന്മാരടക്കമുള്ള മേഖലയാണ്. അവരെ സംബന്ധിച്ചും ഈ
അത്ര വലിയ ആരോഗ്യം ഇല്ല. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ വന്നത് കടുവയാണോ എന്നതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായമായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ മേഖലയെ ഒന്നാകെ ഭീതിയിലാഴ്ത്തിയ ഒരു പ്രശ്നത്തിനാണ് ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അവരുടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വനപാലകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു ആശ്വാസ വാർത്ത കൂടിയാണ് ഇന്ന് രാവിലെയോടെ ലഭിച്ചിരിക്കുന്നത്. താൽക്കാലികമായിട്ട് ഒരു പ്രശ്നത്തിനൊരു പരിഹാരം, ഇനി വീണ്ടും അവിടെ വന്യജീവികൾ വരില്ല എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. എങ്കിലും ഇത്തരത്തിലുള്ള സംഘം ഒരു തെരച്ചിലിനിടയിൽ അങ്ങനെ ജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നതിനെ തടയാനുള്ള ഒരു മാർഗം ദൗത്യസംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് ഇനിയും ആവശ്യമാണ്. ഇനി മറ്റൊരു കടുവ കൂടി ആ പ്രദേശത്തുണ്ടെങ്കിൽ ആ ഒരു കാരണം കൂടി സ്ഥിരീകരിച്ചാൽ മാത്രമേ ഈ ദൗത്യം പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ആതിര, ഈ പഞ്ചാരക്കൊല്ലിയിലെ കടുവാ ദൗത്യത്തിലെ ഉദ്യോഗസ്ഥർക്കടക്കം അഭിനന്ദിച്ചിരിക്കുകയാണ് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടക്കം കടുവയെ പിടികൂടുന്നതിനുള്ള ദൗത്യം ഏറ്റെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് RRT സംഘത്തിലെ ജയസൂര്യയ്ക്ക് അടക്കം കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു സാഹചര്യം ഉണ്ടായത്. തീർച്ചയായും ആതിര, അത് നമ്മൾ പറയുകയുണ്ടായി. കാരണം 4 ദിവസത്തിനിടെ 2 മനുഷ്യരെയാണ് ഈ കടുവ ആക്രമിക്കുന്നുണ്ടായത്. അപ്പോൾ തന്നെ നരഭോജി കടുവയാണെന്ന് നമ്മൾ ഓൾറെഡി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണവും കാര്യവും ഒക്കെ നടന്നത്. ആ അന്വേഷണത്തിന്റെ അനുസരിച്ചാണ് ഇപ്പോൾ കടുവ ഒടുവിൽ അല്ലെങ്കിൽ ആ വിഷയത്തിനൊരു അറുതി എന്ന രീതിയിൽ കടുവയെ ചത്തനിലയിൽ കണ്ടെത്തുമ്പോൾ ഏറെ ആശ്വാസമായതും. ഈ ദൗത്യസംഘത്തിന്റെ കാര്യം മന്ത്രി അടക്കം എടുത്തു പറയുകയുണ്ടായി. അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കടുവ ദൗത്യത്തിനായിട്ട് എത്തിയത്. ഈ അരുൺ സഖറിയ നമുക്കറിയാം, ഈ അതിരപ്പള്ളിയിലെ ദൗത്യത്തിന് ശേഷമാണ് അദ്ദേഹം അവിടെ വയനാട്ടിലേക്ക് പിന്നെയും എത്തുകയുണ്ടായത്. അതിനുശേഷമാണ് എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളുമായിട്ടാണ് അരുൺ സഖറിയും സംഘവും അവിടെ എത്തിയത്. തുടർന്നാണ് ഈ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിയതും. തുടർന്നാണ് അദ്ദേഹം പറയുകയുണ്ടായി, എങ്ങാനും ഈ കടുവയെ കാണുന്ന സാഹചര്യത്തിൽ ഈ ഇലകൾക്കുള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഷാർപ്പ് ഷൂട്ടർമാരെ ഒക്കെ അതിനു വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത്തരം വിദഗ്ധ സംഘമാണ് ഇതിനു വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസാനം കൂടി അതിനുണ്ടായിരിക്കുന്നത്. എങ്കിലും ആ സംഘത്തിന്റെ കാര്യം എടുത്തു പറയേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ വരേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. റിപ്പോർട്ടിന് ശേഷം മാത്രമേ മുറിവുകളുടെ കാര്യത്തിലും മറ്റും ഒരു വിശദീകരണം ഉണ്ടാവുകയുള്ളൂ. ആ വിശദീകരണം ലഭിച്ചാൽ മാത്രമേ ഇതിന്റെ കാരണങ്ങളും മറ്റും അറിയാൻ സാധിക്കുള്ളൂ. ആതിര, ശരി. ഹരിത കരുണാകരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.